ഞാൻ അഭിനയിച്ച പടം ഞാൻ മോശമെന്ന് പറയുമോ? ഓഡിയൻസിൻ്റെ കൂടെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്നാലും ഞാൻ പറയാണ്, ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയല്ല, നല്ലൊരു എൻ്റർടൈനറിൽ ഗംഭീരമായിരുന്നു. തീർച്ചയായിട്ടും കണ്ടില്ലേ? സിനിമ കണ്ടില്ലേ? കാണു കേട്ടോ, ഒന്ന് കണ്ടിട്ട് പറ. നന്നായിട്ടുണ്ട്. ഇല്ല, പുള്ളി എങ്ങും പോയിട്ടില്ല, പുള്ളി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് പുള്ളി ചെയ്തതിനേക്കാളൊക്കെ വെറൈറ്റി ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും. അടിപൊളി, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാ സിനിമകളും അടിപൊളിയായിട്ട് തന്നെ ഓടട്ടെ. നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. ഇമോഷൻ്റെ സമയത്തൊക്കെ എല്ലാവരും ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. ഫൈറ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി കളറായിട്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് ഇരിപ്പുണ്ട്. താങ്ക് യു. ഏത് ചേട്ടന്മാരെ പറഞ്ഞേ? വേറെ ആരെങ്കിലും പറഞ്ഞോ? എനിക്ക് തോന്നുന്നു ടിനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടിനി എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് എപ്പോഴും പറയുമായിരുന്നു ഓണം തൂക്കിയെന്ന്. ടിനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളങ്ങ് തൂക്കി. കുറേ പടങ്ങൾ അറിയായിരുന്നല്ലോ, ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ പ്രതീക്ഷയാണ്. എല്ലാ പടങ്ങളും വെച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പടങ്ങൾ ഭയങ്കര മാസം കാറ്റഗറിയിലേക്ക് പെടുത്തുന്നത് തോന്നിയായിരുന്നു. അല്ല, ഞാൻ ആക്ച്വലി സിനിമ കണ്ടതാണല്ലോ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ പലവട്ടം കണ്ടതാണ്, ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് കണ്ടതാണ്. അപ്പോൾ ഞാൻ ആ സിനിമയേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് പ്രേക്ഷകരുടെ റിയാക്ഷൻസാണ്. നമ്മുടെ ഒരു പ്രോഡക്റ്റ് പ്രേക്ഷകരിലേക്ക് കൊടുക്കുമ്പം എനിക്കത് നല്ലതായിട്ട് തോന്നും. പക്ഷേ ഇരിക്കുന്ന ആൾക്കത് എനിക്കുള്ള ഫീൽ ആവണമെന്നില്ല. ഞാൻ എൻ്റെ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റേത് എനിക്ക് നല്ലതായിട്ട് തോന്നും. പക്ഷേ അവരുടെ റിയാക്ഷൻസ് എന്നെ ഞെട്ടിച്ചു. ഈച്ച് ആൻഡ് എവരി സീന് കയ്യടികൾ, ചിരികൾ, അത് തുടക്കം തൊട്ട് ഒടുക്കം വരെ. അവസാനം കണ്ണു നിറഞ്ഞു എല്ലാവരുടെയും സെൻറ്റിമെൻറ്റ്സും. അബാം ചെയ്തതിലെ ഏറ്റവും ബെസ്റ്റ് ഫെസ്റ്റിവൽ പടം. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പ്രേക്ഷകർക്ക് കൊടുക്കാനില്ല. എൻ്റെ ബെസ്റ്റാണ് ഞാൻ ഈ ഓണത്തിന് പ്രേക്ഷകരിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഓണത്തിന് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇതൊരു ഫെസ്റ്റിവൽ പടമാണ്, ഒരു സെലിബ്രേഷൻ പടമാണ്. പിന്നീട് അത് ഇറക്കിയാൽ ചിലപ്പോൾ ഇതിനിപ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് കിട്ടണമെന്നില്ല. സോ എന്താ പറയുക, എനിക്ക് അതിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു. ഓണത്തിന് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻ്റെ ടീം ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ അത് ഞങ്ങൾ എത്തിച്ചിരിക്കുവാണ്. ഞങ്ങളുടെ പടം ഓണത്തിന് ഇറങ്ങുന്ന പടങ്ങളുടെ 4ാമത്തെ ഏറ്റവും താഴെയായിരുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ മുകളിൽ റേറ്റിംഗ് ഉള്ള നടന്മാരുടെ വലിയ സിനിമകൾ ARM, കൊണ്ടൽ, അല്ലെങ്കിൽ കിഷ്കിൻ്റെ കാണ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രൊമോഷൻസിനൊപ്പം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കണമല്ലോ. അല്ല, ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും അവരെല്ലാം എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. കാരണം വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകൾ ഇത്രയും പേര് ഞങ്ങളുടെ കൂടെ ഇതിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എന്ന് പറഞ്ഞാൽ മനസ്സോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ വാങ്ങി പോകുന്ന ഒരു ആർട്ടിസ്റ്റുകളായിരുന്നില്ല ഒരാൾ പോലും. അവർ മനസ്സ് നിറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം നിന്ന്. ഇന്നലെയാണ് ധ്യാൻ ശ്രീനിവാസൻ തിരുവനന്തപുരത്തു നിന്ന് കൈ ഒടിഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഒറ്റ കൈയും കൊണ്ട് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്തു നിന്ന് കൊച്ചി വരെ വന്നിട്ടാണ് പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്തത്. അത്രയും ഞങ്ങളുടെ കൂടെ നിന്നാണ് എല്ലാവരും. അതാണ് ഞങ്ങളുടെ വിജയം. ആ ഒരു എനർജി ഈ ഒരു പടത്തിന് തുടക്കം തൊട്ട് ഇപ്പോൾ വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രേക്ഷകരെല്ലാം ഇത്രയും മനസ്സ് നിറഞ്ഞ് കൈയടിച്ച്. അപ്പം മൂവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഗുരുനാഥന്മാരോ ആരും ഇല്ലാത്ത ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബാനറാണ്. അപ്പോൾ നമ്മൾക്ക് ഓണത്തിനൊരു സിനിമ ഇറക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതിനേക്കാൾ റേറ്റിംഗ് ഉള്ള നടന്മാർ ഞാൻ പറഞ്ഞല്ലോ, വലിയ സിനിമകൾ ARM ഒക്കെ എന്ന് പറഞ്ഞാൽ കോടികൾ മുതൽ മുടക്കുള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമയുടെ ഒപ്പം നമ്മൾ കൊണ്ടുവന്ന ഓണത്തിന് ഇറക്കാമെന്ന് വെച്ചാൽ നമുക്കതൊരു ഭയങ്കര ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് നമ്മൾ നേടി, അത് സാധിച്ചു. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനി പ്രേക്ഷകരും കൂടെ ഏറ്റെടുത്തു എന്ന് കേട്ടതോട് കൂടിയിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇനി എനിക്ക് സിനിമ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഹാപ്പിയാണ്. ജനങ്ങൾ 2 കൈ നീട്ടി ചിരിച്ചു. എനിക്കോ നിങ്ങൾ ഹാപ്പിയല്ലേ? പ്രേക്ഷകർ പറഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ച് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. പ്രേക്ഷകർ പറഞ്ഞു ഓണം തൂക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നിങ്ങൾ ആ ഷൂട്ട് ചെയ്തത് റീവൈൻഡ് ചെയ്ത് നോക്കണമെന്ന്. പക്ഷേ അതിന് സത്യസന്ധമായ അഭിപ്രായം പറയണമെങ്കിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അവർക്കുള്ള എല്ലാ, അത് 1980s മുതൽ 2024 റഹ്മാൻ, ബാബു ആന്റണി, ശങ്കർ ഉൾപ്പെടെ ഈ ധ്യാൻ ശ്രീനിവാസൻ വരെയുള്ളൊരു പാക്കേജാണ് ഓമർ ലുലു
അബാ മൂവീസിൻ്റെ ബാനറിൽ പ്രസൻറ്റ് ചെയ്തത്. അത് ജനങ്ങൾ ഇരുന്ന് കൈനീട്ടി സ്വീകരിച്ചതിൽ വളരെ സന്തോഷം. അടിപൊളി, സന്തോഷം, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പിക്കാവോ? പുലിക്കോട് ഉറപ്പിക്കാവോ? അതെ 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 അത് ഞാനിപ്പം റൊമാൻ്റെ ആദ്യം അല്ല റൊമാനോട് കുറേ നാളുകൾക്ക് ശേഷം അതിന് മുമ്പ് ഞാൻ ബ്ലാക്ക് ചെയ്തിരുന്നു, പൊന്നിയിൻ സെൽവൻ ചെയ്തു. അപ്പോൾ ഇതാണ് ഭയങ്കര റേഞ്ചിൽ അഭിനയിച്ചിട്ടുണ്ട് റഹ്മാൻ. നല്ല രസമായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു കംബാക്കാണ് തകർക്കും. ഞങ്ങളുടെ ഒരു ടീമിൻ്റെ കംബാക്കാണ്.